ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നാണ് കോഴ്സിന്റെ പേര്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച്, അതിന്റെ ബിഹേവിയേഴ്സ്, ക്യാരക്ടേഴ്സ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെയും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കാണാൻ പോകുന്നത്. So electromagnetics is a branch of physics in which electric and magnetic phenomena are studied. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ ആ പേര് പോലെ തന്നെ അതിൽ ഇലക്ട്രിക് വേവ്സിന്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് വേവ്സിന്റെയും ബിഹേവിയർ ഉണ്ടാവും. Electromagnetics may be regarded as the study of interaction between electric changes at rest and മോഷൻ. സോ നമുക്ക് ഇതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് റെസ്റ്റ് ആയിട്ടുള്ള കേസിലും മോഷന്റെ കേസിലും ഈ കോഴ്സിൽ നമ്മൾ അതിന്റെ രണ്ടിനെ കുറിച്ചും ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ അനാലിസിസ്, സിന്തസിസ്, ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ഈ കോഴ്സിൽ കാണുന്നുണ്ട്. സപ്പോസ് നമുക്കൊരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമുക്കറിയാം ഏതൊരു ഇലക്ട്രോൺ ആണെങ്കിലും അതിനൊരു ഫീൽഡ് ഉണ്ടാവും, അല്ലെ? അതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിന് ഒരു ഡയറക്ഷനും ഉണ്ടാവും, അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇ എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് എ വെക്ടർ റെപ്രസെന്റേഷൻ ആണ്. സോ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു മാഗ്നിറ്റ്യൂഡും ഒരു ഡയറക്ഷനും ഉണ്ടാവും. സോ ഇതാണ് അതിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി വാട്ട് ഈസ് ഫീൽഡ്? എ ഫീൽഡ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് ഫോർ വിച്ച് ഈച്ച് പോയിന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ക്വാണ്ടിറ്റി. ഓക്കെ, എന്തിനേയും നമുക്ക് ഫീൽഡായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള ടെമ്പറേച്ചർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മാപ്പാണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഓരോ സെക്ഷനിലും ഓരോ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് നമുക്കവിടെ ഉണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. അതിങ്ങനെ നമുക്കവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു ഏരിയ, അല്ലേ? സോ ഇതിനെ നമുക്കൊരു ഫീൽഡായിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സപ്പോസ് നമ്മളുടെ വേർഡിൻ്റെ പോപ്പുലേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇവിടെ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ കൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. സോ ആ ഒരു കൗണ്ടിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണ്. ഇതിനെയും നമുക്കൊരു ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ രണ്ട് കേസിലും നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് മാത്രമാണ്. ഓക്കെ, അതേ സമയത്ത് ഇഫ് ഐ എം ടേക്കിംഗ് ദിസ്, സോ ഇതെന്താണെന്ന് അറിയാം, വെതർ കാസ്റ്റിംഗ് ആണ്. സോ വെതർ കാസ്റ്റിങ്ങിൻ്റെ കേസിൽ നമുക്കറിയാം അതിൽ ക്വാണ്ടിറ്റി മാത്രമായിരിക്കില്ല, ഇതിൻ്റെ ഒരു ഡയറക്ഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ ഇതുപോലെ ക്വാണ്ടിറ്റിയും ഡയറക്ഷനും കൂടെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫീൽഡിനെ വെക്ടറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കേസിലൊക്കെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുക. സപ്പോസ് ഐ ഹാവ് എ ഫീൽഡ്. ഈ ഫീൽഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവിടെ 1 ഉള്ള ഏരിയകളൊക്കെ നമുക്ക് ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് വിചാരിക്കാം. 0 ഉള്ളതെല്ലാം ഇലക്ട്രോൺ ആബ്സെന്റ് ആയിട്ടുള്ള ഏരിയകളാണ്. സോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് ഇലക്ട്രോൺ ഒരു സെക്ഷനിൽ നിന്ന് മറ്റേ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെയുള്ള 1 എന്ന് പറയുന്നത് സപ്പോസ് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ മൂവ് ആവുന്നതെങ്കിൽ 1 ഇങ്ങോട്ടേക്ക് മാറും. ഇവിടുന്ന് പിന്നെയും മാറണമെങ്കിൽ എഗെയിൻ മാറാം. സോ ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റും കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു മെൻഷൻ ദ ഡയറക്ഷൻ, അല്ലേ? സോ ഇലക്ട്രോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. സോ ഇതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെക്ടർ ക്വാളിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാനിവിടെ ഒരു ബാർ എടുത്തെന്ന് വിചാരിക്കുക, ഒരു സ്റ്റീൽ ബാർ എടുത്തെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് നമുക്കറിയാം ദർ ഈസ് ആൻ ഇലക്ട്രോൺ. അത് ഇലക്ട്രോണിന് ഒരു ഫീൽഡ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബാറിൽ ഞാനൊരു എക്സ്റ്റേണൽ സോഴ്സ് ഒരു AC സപ്ലൈ ഞാനിതിൽ കൊടുക്കുകയാണ്. സോ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, എൻ്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഫ്ലക്ച്വേറ്റ്, അല്ലേ? ഇവിടെ നമ്മൾ കൂടുതൽ ഫ്രീക്വൻസിയിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് കൂടുതൽ ഫ്രീക്വൻസിയിൽ പോകും. ഇത് നമ്മൾ കുറഞ്ഞ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഇലക്ട്രോൺസ് മൂവ് ആവും. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസ് മൂവ് ആവുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഫീൽഡും വേരി ആവുന്നുണ്ട്. സോ ഈ ഒരു ഫ്ലക്ച്വേഷൻ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? നമ്മളിവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ച് തന്നെ
ദർ വിൽ ബി ചേഞ്ച് അല്ലേ. ഈ ഇലക്ട്രോൺസിൻ്റെ വേരിയേഷൻസ് ആണ് ഞാനിവിടെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ ടൈം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, ഇറ്റ്സ് ലൈക്ക് എ സൈനസോയിഡൽ വേവ്. സപ്പോസ് ഈ ഇൻപുട്ട് ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഫ്രീക്വൻസിയും ചേഞ്ച് ആയി വരും. സോ ഇതുപോലെയുള്ള ഫീൽഡിൽ ഒരു വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ JC മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, സോ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവിടെ പറയുന്നത് ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ദർ വിൽ ബി ഓൾസോ എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇതുപോലെയുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു വേരിയേഷൻ കാരണം ദർ വിൽ ബി ഓൾസോ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സിഗ്നൽസിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് അല്ലേ. സപ്പോസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻഡ് EM വേവ്സ് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് ഹാസ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഏതൊരു ടൈം മൊമെൻറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുക. ഇനി ഈ നമ്മൾ നേരത്തെ എടുത്ത അതേ സെറ്റപ്പ് തന്നെ നമ്മളിവിടെ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു സ്റ്റീൽ റോഡിനകത്ത് നമ്മൾ ഇതുപോലെ എക്സ്റ്റേണൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ ഇലക്ട്രോൺസ് ഇതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഇലക്ട്രോൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, ഇതിൽ നിന്നൊരു ഇലക്ട്രോ മാഗ്നറ്റിക്സ് വേവ്സ് പോകുന്നുണ്ട്. ഈ സെയിം ഫീൽഡിൽ തന്നെ ഇഫ് ഐ ആം പ്ലേസിങ് അനദർ സ്റ്റീൽ റോഡ്, നമുക്കറിയാം അതിനകത്തും ഇലക്ട്രോൺസ് ഉണ്ടാവും ഇല്ലേ. സോ ഇതിൽ നിന്ന് വരുന്ന ഒരു EM വേവ്സിൻ്റെ എഫക്റ്റ് കാരണം നമ്മളുടെ ഈ റോഡിനകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് ദ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദിസ് ബാർ വിൽ ഓൾസോ ഫ്ലക്ച്വേറ്റ്. സോ ഇതിൽ നിന്നുണ്ടാവുന്ന EM വേവ്സിൻ്റെ എഫക്റ്റ് കാരണം ഇതിലും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതെന്താണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്, നമ്മളൊരു ആൻറ്റിനയിൽ നിന്ന് ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് വേറൊരിടത്ത് റിസീവ് ചെയ്യുന്ന ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ ദർ ഇസ് ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ്. സോ നമ്മൾ EM വേവ്സ് ഇതുപോലെയുള്ള ട്രാൻസ്മിഷനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ EM വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലൈറ്റ് സിഗ്നലിൻ്റെ സെയിം സ്പീഡ് തന്നെയാണ് നമുക്ക് തരുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ ലൈറ്റ് സിഗ്നൽ. ഈ ലൈറ്റ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് സിഗ്നലിൻ്റെ പല പ്രോപ്പർട്ടീസും നമ്മുടെ EM വേവ്സിനും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.